പറയാൻ പറ്റും. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സൈലൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ ഡിസ്റ്റൻസ് അല്ല. ഇത് ഒരാൾ തൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മറന്നിട്ടില്ല. പക്ഷെ അവർക്ക് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, നിങ്ങളോട് എന്ത് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നതിനെയൊക്കെ കുറിച്ച് ആലോചിച്ച് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ വളരെയധികം സ്റ്റക്കാണ്. മനസ്സിലായി? അവരുടെ എനർജി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇപ്പൊ സംസാരിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി വേണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് നല്ല രീതിയിൽ കണക്ഷൻ വരുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കണം. പക്ഷെ ഏതൊക്കെയോ തരത്തിൽ അവരുടെ എനർജി ബ്ലോക്കാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ മൈൻഡിൽ നടക്കുന്നത് അവരോട് വളരെയധികം കണക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ കണക്ഷൻ ആവണം തോന്നുന്നെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഓരോ മാറ്റങ്ങൾ അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഹാപ്പി ആണോ എന്ന് നോക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എല്ലാം അവർ വളരെ നല്ലതുപോലെ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് ശരിക്കും പറഞ്ഞാൽ വളരെ ഡീപ്പാണ്. പക്ഷെ അതിനേക്കാളും സ്ട്രോങ് ആണ് അവരുടെ മൈൻഡിലുള്ള ആ ഒരു ഫിയർ എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ഹേർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഹേർട്ട് ആവുമോ എന്നൊരു ഭയം. മേ ബി നിങ്ങളെ ആയിരിക്കാം, അതല്ലെങ്കിൽ അവർ നിങ്ങളെ കൊണ്ടുപോയി അവരുടെ ഫാമിലി മാറ്റേഴ്സ് അല്ലെങ്കിൽ അത് അവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാണും. അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ തരത്തിലാവാം. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾ എടുക്കുക. അപ്പോൾ വീണ്ടും ഹേർട്ട് ചെയ്യുമോ എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് അവരുടെ മൈൻഡിലുണ്ട്. പിന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലോട്ട് പോകും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രബിൾ വരുമോ എന്നോർത്ത് പേടിയും ആ ഒരു വ്യക്തിക്കുണ്ട്. തന്നെയാണ് അവർ സ്ലോ ആകുന്നത്, അവർ റഷ് ചെയ്യാത്തതും. ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനിൽ നിന്നും സ്റ്റേബിൾ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഒരിക്കലും നിങ്ങളെ ഒരു ടൈം പാസ് ആയിട്ട് കാണുന്നില്ല. അവർക്ക് വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങളോട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് അവർ വാല്യൂ കൽപ്പിക്കുന്നവർ ഉണ്ട്. ഒരു ഫ്യൂച്ചർ ഒരു ലൈഫ് അവർ നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. പക്ഷെ അവരതിനെ പേടിക്കുന്നു, ആക്ഷൻ എടുക്കാൻ അവർ പേടിക്കുന്നു. റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഫീലിങ്സ് ഉണ്ട്. ആ ഒരു പേഴ്സണ് നല്ലതുപോലെ ഓവർ തിങ്കിങ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്, അവരുടെ സ്നേഹങ്ങൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവർ ഭയപ്പെടുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക, നിങ്ങൾ അവരെ പുഷ് ചെയ്യാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ വളരെ കാമായിട്ട് അവരെ സ്ലോ ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്യുക. അവരുടെ ഉള്ളിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിലുള്ള ഒരു തോട്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അവർ അതിനെപ്പറ്റി ഓർക്കുന്നു പോലും ഇല്ല. പക്ഷെ അവർ റെഡി ആയിട്ടില്ല. അവർ എന്തൊക്കെയോ മേ ബി ഫാമിലി ലൈഫ്, അവരുടെ ഫാമിലി റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, എന്തും ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സമയം കൊടുക്കുക. അവർ നിങ്ങളുടെ അടുത്ത്